അല്ല, അത് പുത്രദുഃഖവും പുത്രി ദുഃഖവും ഉള്ള മനുഷ്യർക്ക് ചെയ്യേണ്ടി വരുന്ന കുറേയധികം കാര്യങ്ങളാണ്. നോക്കൂ, CPM-ലെ ഒരു നേതാവിന് പോലും കിട്ടാത്ത പ്രൊട്ടക്ഷൻ ആണ് MR അജിത് കുമാറിന് കിട്ടുന്നത്, അല്ലെ? EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടു എന്നുള്ളതിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടത്? അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലുള്ള ബിസിനസ് ഉൾപ്പെടെയുള്ള EP ജയരാജന് കിട്ടാത്ത നീതി ഇന്ന് MR അജിത് കുമാറിന് കിട്ടുകൊണ്ട് എത്രമാത്രം ആരോപണമാണ് ഈ സംസ്ഥാനത്തിന്റെ മതേതര സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എത്ര വലിയ രീതിയിലാണ് പുറത്തു വന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാമത്തെ പോലീസ് സംവിധാനത്തിലെ രണ്ടാമത്തെ ആളല്ലേ അദ്ദേഹം. ഒരു IPS ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയ സംഘടനയോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനയോടോ നേതാവിനെ കാണണമെങ്കിൽ അതിന് മുൻകൂർ അനുമതി എടുക്കണം എന്നുള്ളതല്ലേ. കല്യാണങ്ങൾക്ക് പോകണമെങ്കിൽ പോലും മുൻകൂർ അനുമതി എടുക്കണം എന്നുള്ളതാണ് ചട്ടം, IPS IAS ഉൾപ്പെടെയുള്ള ചട്ടം. അങ്ങനെയുള്ള ചട്ടമുള്ള സ്ഥലത്ത് എല്ലാ ചട്ടലംഘനവും നടത്തിക്കൊണ്ട് RSSന്റെ ഏറ്റവും തീവ്രവാദികളായിട്ടുള്ള 2 നേതാക്കന്മാരെ 10 ദിവസത്തെ ഗ്യാപ്പിൽ പോയി കണ്ടു എന്നുള്ളത് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന CPM-ന്റെ മുഖ്യമന്ത്രിക്ക് എന്താ ഒരു പ്രശ്നമായിട്ട് തോന്നാത്തത്? സർക്കാരിന്റെ പൊതുവായ നയത്തിന് വിരുദ്ധമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ? പക്ഷെ അത് സംസ്ഥാന സർക്കാരും പിണറായി വിജയനും ഒരു വർഷക്കാലം ചോദ്യം ചെയ്യാതെ വെച്ചു. തൃശൂർ പൂരം കലക്കിയ സംഭവം ഉണ്ടായി. തൃശൂർ പൂരം കലങ്ങിയപ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അന്വേഷണം ആർക്കായിരുന്നു? കുറ്റാരോപിതനെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചു. കുറ്റാരോപിതനെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചിട്ട് ആ അന്വേഷണ റിപ്പോർട്ട് അവസാനം ഒതുക്കിക്കളയാനായിരുന്നു. പക്ഷെ പൊതുസമൂഹം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തപ്പോൾ അതിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി DGP കൊടുത്തു. DGP എന്താ ചെയ്തതെന്നത് ദർവേഷ് സാഹിബ് അന്ന് ആ റിപ്പോർട്ട് അംഗീകരിക്കാൻ തയ്യാറാവാതെ അതിൽ അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് നേരെ മുഖ്യമന്ത്രിക്ക് അയക്കുകയാണ് ചെയ്തത്, അല്ലെ? അവസാനം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. എന്തായിരുന്നു വലിയ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു 6 മാസത്തിനുള്ളിൽ ഇതിനകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞു. എത്ര മാസമായി? ഇതുവരെ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇതിനിടയ്ക്ക് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചിട്ടുള്ള വിജിലൻസ് കേസ് ഉണ്ടായി. ആ വിജിലൻസ് കേസിൽ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതി 4 മടക്കിയെടുത്ത് വലിച്ചെറിഞ്ഞില്ലേ? അതിനകത്ത് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്രമാത്രം സംരക്ഷിക്കാൻ ഈ സർക്കാരിന് എന്താണ് ബാധ്യത? അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരേ രാഷ്ട്രീയ ലക്ഷ്യത്തോട് പോകുന്ന BJP-യും CPM-ന്റെയും ഒത്താശയോടുകൂടി ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ DGP-യെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വലിയ പരാതികളുണ്ടായിരുന്നു. BJP-യുടെ സിൽബന്ധിയായിട്ടുള്ള BJP-യുടെ ആളായിട്ടുള്ള ഒരാളെയാണ് പുതിയ DGP ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഈ സർക്കാരിന് ഏറ്റവും നീതിയുക്തമായി ജോലി ചെയ്യുന്നത് ഉദ്ദേശിച്ചവരെ പോലും മറികടന്നുകൊണ്ടെന്ന് വെച്ചു. അപ്പൊ ഇന്ന് ആ BJP-യുടെ നയം നടപ്പിലാക്കാൻ കഴിയുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചയക്കാം. നോക്കൂ, ഇനിയിപ്പോ 2 ദിവസത്തിനുള്ളിൽ ഇതുവരെ റിപ്പോർട്ട് മാറ്റി പുതിയ MR കുമാറിന് യാതൊരു പങ്കുമില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരും. അപ്പോ കേരളത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് മതേതര കേരളത്തിലെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്ത് RSSന്റെ കടന്നുവരവിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ വഴിയൊരുക്കുകയാണ്. അത് പോക്കറ്റടിക്കാരനെ പോലെ പറമ്പ് അവിടെ എല്ലാം നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടി മിണ്ടാതെ ഇതൊക്കെ കൊണ്ടുപോവുകയാണ്. കള്ളത്തരത്തിന്റെയും അഴിമതിയുടെയും മക്കളുടെ അഴിമതിയുടെയും മറച്ചു വെക്കുന്നതിന് വേണ്ടി കേരളത്തെ ഒറ്റുകൊടുക്കുകയാണ് പിണറായി വിജയൻ. കേരളത്തെ ഒറ്റുകൊടുക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.